ഹരി ഓം. പ്രിയപ്പെട്ടവരെ, മൂന്നാം ദശകത്തിലെ 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം. വിധൂയ ക്ലേശാന്മേ കുരു ചരണയുഗ്മം ധൃതരസം. ഭവത് ക്ഷേത്രപ്രാപ്തൗ ഭവത് ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ കരമപി ച തേ പൂജനവിധൗ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം ഭവന്മൂർത്യാലോകേ നയനം. അഥ തേ പാദതുളസീ അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണം അപി തേ ചാരുചരിതേ ശ്രവണമപി തേ ചാരുചരിതേ. ഈ ശ്ലോകത്തിൽ പദങ്ങൾ മുറിക്കാനൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചൊല്ലിപ്പോകാം. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക്. ഭഗവാനോട് പറയണം, ഭഗവാനെ, രോഗങ്ങൾ മാറ്റി എൻ്റെ 2 കാലിനും അങ്ങയുടെ ക്ഷേത്രത്തിലെത്താനും, കയ്യിന് അങ്ങയുടെ പൂജ ചെയ്യാനും, കണ്ണിന് നിന്തിരുവടിയുടെ തിരുവുടൽ കാണുവാനും, പിന്നെ മൂക്കിന് നിന്തിരുവടിയുടെ തൃപ്പാദത്തിലെ തുളസിയുടെ പരിമളം നുകരുവാനും, കാതിന് അങ്ങയുടെ മധുരകഥ കേൾക്കുവാനും ഉത്സാഹം ഉണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാല്, കയ്യ്, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ നേരെ തിരിയണം, ഭഗവാനെ സേവിക്കുമാറാകണം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ, എൻ്റെ നാവ് അവിടുത്തെ ഗുണഗണങ്ങളെ പാടണം, എൻ്റെ ചെവി അവിടുത്തെ തൃക്കഥകളെ, തിരുനാമങ്ങളെ കേൾക്കണം. ഇതൊക്കെയാണ് അടിയൻ്റെ ആഗ്രഹം. ഗുരുവായൂരപ്പ, ഈ ഒരു അപേക്ഷ അങ്ങ് സ്വീകരിക്കണമല്ലോ. ഗുരുവായൂരപ്പ, ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണല്ലോ ഭക്തിയുടെ 9 പടികൾ. അതിൽ ശ്രവണം കാതുകൊണ്ട് കേൾക്കുക, കീർത്തനം നാവുകൊണ്ട് പാടുക, പാദസേവനം കൈകൾ ഭഗവാന്റെ പാദങ്ങൾ ഈ മനസ്സിൽ നല്ലപോലെ വിചാരിക്കുക, പിന്നെ അർച്ചന ചെയ്യുക, കൈകൾ കൊണ്ട് വന്ദിക്കുക. ഇങ്ങനെയുള്ള 5 വിധം ഭക്തിയാണ് ഈ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹേ ഗുരുവായൂരപ്പ, അങ്ങയോട് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതിനുള്ള ആരോഗ്യം അങ്ങേക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്ലോകം ഒന്നുകൂടെ നമുക്ക് നോക്കാം. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം. ഭവത് ക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം. അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ഇനി 8ാമത്തെ ശ്ലോകം നോക്കാം. പ്രബൂധാധിവ്യാധി പ്രബൂധാധിവ്യാധി പ്രസഭചലിതേ പ്രസഭചലിതേ മാമകഹൃദി മാമകഹൃദി ത്വദീയം തദ്രൂപം ത്വദീയം തദ്രൂപം പരമരസ ചിദ്രൂപം ഉദിയാതേ പരമരസ ചിദ്രൂപം ഉദിയാതേ. ഉദഞ്ജത് രോമാഞ്ചോ ഗളിത ഉദഞ്ജത് രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം യഥാ വിസ്മര്യാസം ദുരുപശമ പീഡാപരിഭവാൻ ദുരുപശമ പീഡാപരിഭവാൻ. ഭഗവാനെ, ഹരേ മഹാപ്രഭുവായ ഗുരുവായൂരപ്പ, വളരെയധികം മനോദുഃഖങ്ങളെ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും വല്ലാതെ ഇളകിവശായിട്ടുണ്ട് എൻ്റെ മനസ്സ്. അങ്ങയുടെ രൂപമോ സാന്ദ്രാനന്ദവബോധാത്മകം പരമരസ ചിദ്രൂപം എന്നാണ് പറയുന്നത്.
അങ്ങനെയുള്ള ആ ദിവ്യവിഗ്രഹം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വിളങ്ങണമേ ഗുരുവായൂരപ്പ. ആ രൂപം ഉള്ളിൽ വന്നാൽ മാത്രമേ ഓർമ്മയർ കൊണ്ടും ആനന്ദക്കണ്ണീർ ധാരധാരയെ ഒഴുക്കിക്കൊണ്ടും അടക്കാൻ വയ്യാത്ത ഈ രോഗപീഠകളെ ഞാൻ മറന്നു പോകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ. അങ്ങയുടെ ആ ദിവ്യരൂപം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നാൽ അപ്പോൾ ആ ദിവ്യരൂപത്തെ നോക്കി 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 ആനന്ദാശകൾ പൊഴിച്ചുകൊണ്ട് ശരീരം മുഴുവൻ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് എൻ്റെ രോഗത്തെ മറന്നുകൊണ്ട് ഇങ്ങനെ ആനന്ദമായിരിക്കാൻ പറ്റുമല്ലോ ഗുരുവായൂരപ്പ എന്നാണ് പറയുന്നത്. സൂര്യൻ ഉദിച്ചാൽ ഇരുട്ട് ഇല്ലാതാവും. അതുപോലെ ജ്ഞാനാനന്ദഘനമായ ഭഗവത് രൂപം മനസ്സിൽ തെളിഞ്ഞാലോ എല്ലാ ദുഃഖങ്ങളും, സകല ദുഃഖങ്ങളും, ശരീര ദുഃഖങ്ങൾ, മനോദുഃഖങ്ങൾ, ചുറ്റുമുള്ള ദുഃഖങ്ങൾ, സർവ്വ ദുഃഖങ്ങളും ഇല്ലാതായിത്തീരും ഗുരുവായൂരപ്പ. പിന്നെ സ്മരണരൂപമായ ഭക്തിയാണ് ഇതിൽ പ്രാർത്ഥിക്കുന്നത്. രോമാഞ്ചവും കണ്ണുനീരും ഭക്തിയുടെ ആ പരമകാട്ടയാണ് കാണിച്ചു തരുന്നത്. ഈ ഭക്തി വന്നു കഴിഞ്ഞാലുള്ള ഒരു സവിശേഷതയാണ് ഈ ശരീരം മുഴുവൻ രോമാഞ്ചമുണ്ടാകും. ആനന്ദക്കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഭഗവത് രൂപരസായനം ചെയ്തിരിക്കുന്ന സമയത്ത് രോമാഞ്ചതൈലം പുരട്ടും, കണ്ണുനീർ കൊണ്ട് ധാരയായിട്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാതരോഗത്തിന് വേറെ ചികിത്സയൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത് ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് ഭഗവാനെ ആ ഭക്തി വർദ്ധിക്കാൻ കരുണയുണ്ടാക്കി തരണേ. അത് വർദ്ധിച്ചാൽ ആദിത്യാദികളെല്ലാം തന്നെത്താൻ ഒഴിഞ്ഞു പോകുമല്ലോ ഭഗവാനെ. ഗുരുവായൂരപ്പ, ഇതാണ് അടിയൻ്റെ പ്രാർത്ഥന അവിടത്തോട്. ഈ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണം. അടിയൻ്റെ ഈ ദുസ്സഹമായ വേദനയിൽ നിന്ന് അടിയനെ കരകയറ്റി തന്നെ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലെ ഒന്ന് രണ്ട് പദങ്ങളൊക്കെ നമുക്ക് മുറിക്കാനുണ്ട്, അതൊന്ന് നോക്കാം. പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃതി, ഇതിനൊന്നും മുറിക്കാനില്ല. സ്വദീയം തദ്രൂപം പരമരഥചിദ്രൂപം ഉദിയാത്, പരമരഥചിദ്രൂപം ഉദിയാത് എന്നാ പറയുന്നത്. ഉദഞ്ചത് രോമാഞ്ചോ, ഉദഞ്ചത് രോമാഞ്ചോ നേടിയിട്ടുണ്ടാവും. അത് ഉദഞ്ചത് രോമാഞ്ചോ ഗളിത ബഹു ഹർഷാശ്രുനിവഹോ, അതങ്ങനെ തന്നെ വായിക്കാം. യഥാ വിസ്മര്യാസം ദുരുപശമ പീഡാ പരിഭവാൻ, ദുരുപശമ പീഡാ പരിഭവാൻ. ദുരുപശമം പറഞ്ഞത് അങ്ങേയറ്റം അടക്കാനാവാത്ത രോഗവീടുകളെ ഞാൻ മറന്നു പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശ്ലോകം നമുക്കും ഗുരുവായൂരിനോട് പറയാമല്ലോ അല്ലേ? നമുക്കും ഇതുപോലെ ദുഃഖങ്ങളൊക്കെ വരാറുണ്ടല്ലോ, വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഗുരുവായൂരപ്പ, ഞങ്ങളും അങ്ങയുടെ തൃപ്പാദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ ശ്ലോകം കൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ഭട്ടതിരിപ്പാടൻ എപ്രകാരം രോഗങ്ങളെല്ലാം മാറ്റിക്കൊടുത്തുവോ അതുപോലെ അടിയങ്ങളുടെ രോഗങ്ങളെയും മാറ്റിത്തരണേ മാറ്റിത്തരണേ ഗുരുവായൂരപ്പ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് സർവ്വതും ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരി ഓം.